സ്വർണ്ണവിലക്കുതിപ്പ് ചെറുകിട ആഭരണ നിർമ്മാണ തൊഴിലാളികളെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. സ്വർണ്ണ വിൽപ്പനയിലെ ഇടിവും സ്വർണം ശേഖരിച്ചു വെക്കാൻ കഴിയാത്തതും തൊഴിൽ മേഖലയിൽ കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ദീപക് മലയമ്മ ആ തൊഴിലാളികളോട് സംസാരിച്ചു, കേൾക്കാം. സ്വർണത്തിന്റെ വില നമ്മൾ ഇങ്ങനെ തമാശയ്ക്കൊക്കെ പറയാറുണ്ട്, റോക്കറ്റ് പോലെ കുതിക്കുകയാണെന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന കാഴ്ചയാണ് ഇന്നൊക്കെ കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കമ്മത്ത് ലൈനിലാണ്. ഇവിടെ പരമ്പരാഗതമായി ആഭരണ നിർമ്മാണ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശിവരാജേട്ടനും മറ്റാളുകളൊക്കെ ഉണ്ട്. എന്താ അവസ്ഥ നിലവിൽ? സ്വർണത്തിന് വില കൂടിയതുകൊണ്ട് പണി കുറവാണ്. ജീവിതം വളരെ ജലഗതിയാണ്, വളരെ മോശത്തിലേക്ക് പോവുകയാണ്. അതായത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പണിയിൽ എത്ര ശതമാനത്തോളം കുറവ് വന്നിട്ടുണ്ടോ? എത്ര ശതമാനം? 90% കുറവാണ്. എന്താ, എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുക? ഇതിപ്പോൾ പ്രതിരോധിക്കാറിനപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇതിനുള്ള പണി ഇപ്പോൾ പകുതി ആദ്യം തന്നെ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പൈസമാറ്റം വന്നപ്പം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഏകദേശം ഡള്ളായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള പകുതിയിൽ ഒരു എടുക്കുന്ന പണിയിലും കൂലി കുറയുന്ന അവസ്ഥയിലാണ്. ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 50 മില്ലി എന്ത് കളി കളിച്ചാലും നമുക്കൊരു 50 മില്ലിൻ്റെ അടുത്തൊരു വർക്ക് കുറയും, പൊന്ന് ലോസ് വരും. ആ ലോസ് വരുമ്പോൾ 50 മില്ലി എന്ന് പറയുമ്പോൾ 500 റുപ്യേൻ്റെ അടുത്തായി. 500 റുപ്യക്ക് മുകളിൽ വന്നു. ആ 500 റുപ്യ മുകളിൽ നമ്മളെ കൂലിയിൽ തന്നെയാണ് നമുക്കത് ലോസ് വരുന്നത്. അതിൽ നിന്നൊന്നും ഒരു ഇൻക്രിമെൻറ്റോ നമുക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ കാരണം വെച്ചാൽ നമുക്ക് അന്ന് എന്താണോ കൂലി ഉണ്ടായിരുന്നത് ഇന്നും അതേ കൂലി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ റേറ്റ് മാറിയതിനെ കൊണ്ട് നമുക്ക് ചില സ്വാഭാവികമായിട്ട് ഇപ്പോൾ അന്നാന്ന് വന്നിട്ട് കച്ചവടം വന്ന് ആൾക്കാർ വാങ്ങുന്ന ഇത് കൂടി ഇല്ലാണ്ടായി. കാരണം വെച്ചാൽ ഒരു പവൻ വാങ്ങാൻ ഉദ്ദേശിച്ച് വരുന്നവർ ഒരു പവനും വാങ്ങൂല. അപ്പോൾ കാപ്പവന് വന്ന് വില കേട്ട് കഴിഞ്ഞാൽ അവർ തിരിച്ചു പോവുക ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഒരു കുട്ടിമോതിരം വാങ്ങണമെങ്കിൽ 1500 റുപ്യേൻ്റെ അടുത്ത് വേണം, ഒരു ചുരുങ്ങിയത് ഒരു 100 മില്ലിൻ്റെ മോതിരത്തിനടുത്ത് കിട്ടണമെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ഇതിൽ നിന്ന് നിർത്തിയിട്ട് മാറി ചിന്തിക്കുക. ഒന്നില്ലെങ്കിൽ വെള്ളി വാങ്ങുക, അല്ലെങ്കിൽ മറ്റേ ഡ്രസ്സുകൾ, ഉടുപ്പുകൾ വാങ്ങി ഇങ്ങനെ പോവുക എന്നുള്ളതിലേക്ക്. വെള്ളിയിലേക്ക് മാറിയിട്ടുണ്ടോ പൊതുവെ പണി? വെള്ളിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് കൊണ്ട് മാറൂല. സ്വർണം തന്നെയാണല്ലോ ആൾക്ക് ഭ്രമം. എന്നാലും വലിയ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ് വെള്ളിയിലേക്ക് മാറി. കാരണം വെച്ചാൽ സാധാരണപ്പെട്ട ഒരു ആൾക്കാരാണ് ഈ വലിയ ആൾക്കാരെന്ന് പറയുന്നത്. ഈ കല്യാണത്തിൻ്റെ ഓർണമെന്റ്സ് വാങ്ങുന്ന ആൾക്കാരും ചിലർ നിർബന്ധിതമായിട്ട് വാങ്ങേണ്ടി വരുന്നതുകൊണ്ട് വാങ്ങുന്നുള്ളൂ. അല്ലാതെ ഈ ചെറിയ കച്ചവടങ്ങളാണ് ശരിക്കും ഒരു ബിസിനസ്സിനെ ഒരു ട്രാൻസാക്ഷൻ ചെയ്തു പോകുന്നത്. തൊഴിൽ മേഖലയിൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്ന സാഹചര്യം കൂടുതലായിട്ടുണ്ട്. അധികം ഈ തൊഴിലെടുത്ത് നോക്കിയാൽ അധികം ആൾക്കാർ പെയിൻറ്റിങ്ങിനാണ് പോയിട്ടുള്ളത്. പെയിൻറ്റിങ്, പിന്നെ കുറേ ആളുകൾ ഓട്ടോ ഫീൽഡ്, ചിലർ ഓട്ടോ സൈഡായിട്ട് ചെയ്യുന്നത്, പണിയുള്ള സമയത്ത് ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്, എപ്പോഴും എന്തെങ്കിലും വന്ന് പണിയെടുക്കുന്നത്. ഇത് സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന വിലയിലായാലേ ഇതിനൊരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. ഇത്തരത്തിലാണ്, അതായത് തൊഴിൽ മേഖല വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്, പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. അത് തന്നെയാണ് അവരുടെ വാക്കുകളിൽ കൃത്യമായി പ്രകടമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇനിയിപ്പോൾ വില വീണ്ടും സമാനമായ രീതിയിൽ തന്നെ ഉയരുകയാണ് എങ്കിൽ അത് ഈ മേഖലയെ വലിയ രീതിയിൽ പിടിച്ചുലയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.